എല്ലാവർക്കും നമസ്കാരം. വൃന്ദാവന തീർത്ഥയാത്രയിൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് കണ്ണന്റെ ഗോകുലത്തിലേക്കാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ മധുരയിൽ കംസന്റെ ജയിലിലാണ് അവതാരം എടുത്തത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. കണ്ണൻ അവതരിച്ച ആ രാത്രിയിൽ വളരെ രഹസ്യമായി യമുനാ നദി കടന്ന് കണ്ണനെ കൊണ്ടുവന്നത് ഇവിടേക്കാണ്. ഭഗവാന്റെ ഏറ്റവും ചെറുതിലെ ബാല്യകാല ലീലകളൊക്കെ നടന്നിട്ടുള്ള സ്ഥലം ഇതാണ്. വെണ്ണയൊക്കെ കഴിച്ച് ഉണ്ണിക്കണ്ണൻ കൈ തുടച്ചിട്ടുള്ള തൂണുകളാണ് ഇവിടെ കാണുന്നത്. ഗോകുലത്തിൽ അഥവാ നന്ദഭവനത്തിൽ 84 തൂണുകളാണുള്ളത്. ഈ 84 തൂണുകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. ഈ തൂണുകളിൽ 4 എണ്ണം ബ്രഹ്മാവും 80 എണ്ണം വിശ്വകർമാവുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. അന്നത്തെ അതേ തൂണുകൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെ കാണുന്നത്. ചെറുതായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്, എങ്കിലും ആ തൂണുകൾക്ക് മാറ്റമൊന്നുമില്ല. ഉണ്ണിക്കണ്ണൻ വെണ്ണ തുടച്ചതിൻ്റെ സ്മെല്ല് ഇപ്പോഴും ഇവിടെ കിട്ടുന്നുണ്ട്. ഈ 84 തൂണുകൾ പരിക്രമ ചെയ്താൽ 84 ലക്ഷം യോനികളിലൂടെ ഇനി നമുക്ക് കടന്നു വരേണ്ടി വരില്ല. ഇവിടെ ദർശനമെടുത്ത് പരിക്രമ ചെയ്തു കഴിഞ്ഞാൽ പുനർജന്മം ഇല്ലാന്ന് സാരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ യശോദാമ്മയുടെ കണ്ണനുണ്ണിയായിട്ട് ഇവിടെ കളിച്ചുകൊണ്ട് നടന്നിരുന്ന സ്ഥലമാണ്. അതിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടമാണ് നമ്മളിപ്പോൾ പരിക്രമ ചെയ്യുന്നത്. ഇതൊക്കെ ഓർക്കുമ്പം ശരിയായ രീതിയിൽ അതൊക്കെ എങ്ങനെയാണ് വിവരിക്കേണ്ടതെന്ന് എനിക്ക് അതിനുള്ള വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഗോകുലത്തെക്കുറിച്ചും അവിടുത്തെ തൂണുകളെ കുറിച്ചൊക്കെ പ്രഭു വളരെ വിശദമായി പറഞ്ഞു തരുമ്പോൾ ഞാൻ ആ തൂണുകളിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ എത്ര തവണ കണ്ണൻ ഒളിച്ചു നിന്നിട്ടുണ്ടാവും, എത്ര തവണ ബലരാമനും യശോദാമ്മയും കണ്ണൻ്റെ പുറകെ ഓടിയിട്ടുണ്ടാവും. ഉണ്ണിക്കണ്ണൻ്റെ വിവിധ ഭാവങ്ങൾ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ തൂണുകളിലൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തോന്നും. വൃന്ദാവനത്തിലെത്താനും കണ്ണൻ്റെ ഗോകുലം കാണാനൊക്കെ സാധിച്ചത് അതും കണ്ണൻ്റെ കാരുണ്യലീലയായിട്ട് നമുക്ക് കാണാം അല്ലേ. കണ്ണൻ്റെ കുസൃതികളെ കുറിച്ച് പരാതി പറയുമായിരിക്കും ഗോപികമാര്. അതൊക്കെ കേട്ട് അവിടെ യശോദാമ്മ നിൽപ്പുണ്ട്. പരാതികൾ പറയുന്ന ഗോപികമാർക്കും അതുപോലെ പരാതി കേൾക്കുന്ന യശോദാമ്മയ്ക്കും കണ്ണനോട് സ്നേഹം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് പൂതനയെ കാണാം. കംസൻ കണ്ണനെ വധിക്കാനായിട്ട് പൂതനയെ നന്ദഭവനമായ ഗോകുലത്തിലേക്ക് അയച്ച കഥയൊക്കെ നമുക്കറിയാം. തൻ്റെ വിഷം പുരട്ടിയ സ്തനം ഉണ്ണിക്കണ്ണന് കൊടുത്തപ്പോൾ കണ്ണൻ വലിച്ചെടുത്തത് പൂതനയുടെ പ്രാണനായിരുന്നു. കണ്ണനെ വധിക്കാൻ വന്ന പൂതന എന്ന രാക്ഷസിക്കും മോക്ഷപ്രാപ്തി കൊടുത്തത് കണ്ണൻ്റെ കാരുണ്യം എന്നേ പറയാനാകൂ. അതിസുന്ദരിയായിട്ടാണ് പൂതന കണ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഗോപിക വേഷത്തിലൊക്കെയാണ് പൂതന വന്നത്. അവസാനം കണ്ണൻ അവരെ വധിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പൂതനയ്ക്ക് മോക്ഷം കിട്ടിയത്. ആ ഭീകര രൂപത്തിലാണ് പൂതന അവിടെ കിടക്കുന്നത്. പൂതനയുടെ ആ രൂപത്തിൽ തൊടരുതെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. കണ്ണനെ യശോദാമ്മ ഉരലിൽ കെട്ടിയിട്ട് ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗോകുലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഊക്കൽബന്ധൻ നടന്ന സ്ഥലവും ഉള്ളത്. ഇവിടെ കണ്ണനെ അന്ന് കെട്ടിയിട്ട ഉരലൊക്കെ കാണുന്നുണ്ട്. ഈ സ്ഥലത്ത് വെച്ചാണ് ദാമോദര ലീലയെ കുറിച്ച് പ്രഭു പറഞ്ഞു തന്നത്. അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാമോദര ലീല എന്താണെന്ന് പ്രഭു പറഞ്ഞത് ഞാൻ അതേപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ അതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ണൻ്റെ ബാല്യകാല ലീലകളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എത്ര കേട്ടാലും മതി വരാത്തതാണ് യശോദാമ്മ കണ്ണനെ ഉരലിൽ കെട്ടിയിട്ട ആ ലീല. കണ്ണനെ അന്ന് കെട്ടിയിട്ട അതേ ഉരലാണ് അവിടെ ഉള്ളതെന്നാണ് നമ്മളോട് പറഞ്ഞത്. നമ്മളത് കണ്ടിരുന്നു. ഉരലിൻ്റെ ഫോട്ടോ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്.
ഈ വ്രജഭൂമിയിൽ കാണുന്ന ഓരോന്നിലും ചവിട്ടി നടക്കുന്ന മണൽത്തരിയിലും ഭഗവാന്റെ സാമീപ്യമാണ് അറിയുന്നത്. അത്രമാത്രം ധന്യമായ ഈ വൃന്ദാവന യാത്രയിൽ ഇനിയും നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. നെക്സ്റ്റ് വ്ളോഗിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നവരോടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും ഒരുപാട് നന്ദി. നമസ്കാരം.